Good morning. So from the previous classes, we discussed about the central dogma, that is gene expression, and lastly how that gene expression is regulated is also explained. So after getting these informations, a new branch of biology developed and is the genetic engineering. Thus, in the genetic engineering, we are using the information about genetic material for the better development of human beings. Among that, an important one is the Human Genome Project, which we are discussing in this class. Human Genome Project, and it is simply known as HGP, Human Genome Project, or HGP. So here the total number of genes present in an individual is called genome. ഒരു വ്യക്തിയിലെ മൊത്തം ജീനുകൾക്ക് പറയുന്ന പേരാണ് ജീനോം. We know that the characters are controlled by genes. Genes produce proteins through mRNA, and the amino acids present in the protein are determined by the genetic codes or triplet codes or codons. Thus, the difference between the individual is due to the difference in the base pairs or genetic code. ഒരു പോപ്പുലേഷനിലെ വ്യക്തികൾക്കിടയിൽ അതേപോലെ ജീവികൾക്കിടയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ജീനുകളിലുള്ള വ്യത്യാസമാണ്. ജീനുകളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവയിലെ നൈട്രജൻ ബേസുകൾ അല്ലെങ്കിൽ ജെനറ്റിക് കോഡുകളിലുള്ള വ്യത്യാസമാണ്. ഈ ജെനറ്റിക് കോഡുകളിലുള്ള വ്യത്യാസമാണ് പ്രൈമറി ആയിട്ട് ആളുകൾ തമ്മിലുള്ള, ജീവികൾ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഇൻഫർമേഷൻ ലെഡ് ടു ദി ഡിറ്റക്ഷൻ ഓഫ് ഓൾ ദി nitrogen bases present in the genome from one end to another end based on genetic engineering. Genetic engineering സഹായത്താൽ ഒരു ജീവിയുടെ എല്ലാ ക്രോമസോമുകളിലെയും മൊത്തം ജീനുകളെ കണ്ടുപിടിക്കുകയും മൊത്തം നൈട്രജൻ ബേസുകളുടെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കുക എന്ന ഒരു ഉദ്യമത്തിലേക്ക് ഇത് എത്തി. ബേസ്ഡ് ഓൺ ദാറ്റ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് in 1900 in the USA to determine the sequential order of the total nitrogen bases present in the 23 pair of chromosomes. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ബീങ്സിലെ 23 ക്രോമസോമുകളിലെയും നൈട്രജൻ ബേസുകളുടെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ആവിഷ്കരിച്ച പ്രോജക്റ്റിനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുക. ഈ പ്രോജക്റ്റ്
USA എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് 1900. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. എന്തിനു വേണ്ടിയാണ് അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മുടെ DNA മൊത്തം നൈട്രജൻ ബേസുകളുടെ ആ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീനുകൾ കണ്ടെത്തുക, ആ ജീനുകളുടെ ഫങ്ഷൻ കണ്ടെത്തുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രോജക്റ്റിനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുക. ദിസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസ് എ മെഗാ പ്രോജക്റ്റ്. ഇതൊരു ചെറിയ പ്രോജക്റ്റ് അല്ല, ഇതൊരു വലിയ പ്രോജക്റ്റാണ്. ദിസ് ഈസ് എ മെഗാ പ്രോജക്റ്റ് ബിക്കോസ് ഫോർ ദിസ് പ്രോജക്റ്റ് 13 years ആർ എസ്റ്റിമേറ്റഡ്. ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വേണ്ടി 13 വർഷമാണ് ആദ്യം തന്നെ തീരുമാനിച്ചത്. ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ബൈ ടേക്കിംഗ് 16 years. 13 വർഷം കൊണ്ട് പൂർത്തിയാക്കണം എന്ന് വിചാരിച്ച പ്രോജക്റ്റ് 16 വർഷം എടുത്തിട്ടാണ് പൂർത്തീകരിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു മെഗാ പ്രോജക്റ്റായത്. സെക്കൻഡ്ലി, ദി കോസ്റ്റ് ഓഫ് ദിസ് പ്രോജക്റ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് $3 per base pair. ഒരു ബേസിൻ്റെ സീക്വൻസ് കണ്ടെത്താൻ വേണ്ടി $3 ഇതിന് എസ്റ്റിമേറ്റ് ഇട്ടത്. There are 3.3 into 10⁻⁹ base pairs in the haploid human DNA. So it cost about $9 billion. ഈ പ്രോജക്റ്റിന് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് $9 ബില്യൺ. ഇത്രയും വലിയ എമൗണ്ട്. അതിനേക്കാളും എത്രയോ പിന്നെ ഇതിൽ അധികം വന്നു. ഫസ്റ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഇത് $9 billion. Then if the information obtained from this human genome project or HGP is printed, there should be 3,300 books with 1,000 pages and each page with 1,000 letters. ഇതിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ ബുക്കിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതുകയാണെങ്കിൽ 3,300 ബുക്കുകൾ വേണം. ഓരോ ബുക്കിനും 1000 പേജുകൾ, ഓരോ പേജിലും 1000 ലെറ്റേഴ്സ്. അങ്ങനെ 1000 ലെറ്റേഴ്സ് ഉള്ള 1000 പേജുകളുടെ 3,300 ബുക്കുകളിൽ നമ്മൾ ഇത്രയും ബേസ് പെയറുകൾ സീക്വൻഷ്യായിട്ട് എഴുതേണ്ടി വരും. അപ്പം അത്രയും വലിയ ഒരു പ്രോജക്റ്റാണ് ഇത്. എന്തുകൊണ്ടാണ് ഇത് മെഗാ പ്രോജക്റ്റായി എന്നുള്ളത് ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവും. ഒന്ന്, അതിൻ്റെ ഡ്യൂറേഷൻ 13 വർഷമാണ് അതിന് കണ്ടെത്തിയത്. രണ്ടാമത്തത്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് $9 ബില്യൺ. മൂന്നാമത്തത്, അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് 3,300 ബുക്കുകൾ വേണം. ഇത് ഓർമ്മയിലുണ്ടാവണം. Then this project is established under the US Department of Energy Department and the National Institute of Health. അതേപോലെ അവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. Immediately after establishing this project, the Wellcome Trust of UK became a major partner, and also Japan, Germany, France, China, etc. also became the partners
ഇത് പ്രോജക്റ്റ് തുടങ്ങിയത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും ആയിരുന്നു. പക്ഷെ ഉടനെ തന്നെ ബ്രിട്ടനിലെ വെൽക്കം ട്രസ്റ്റ് അതിൽ ചേർന്നു. മാത്രമല്ല വലിയ ഡെവലപ്ഡ് രാഷ്ട്രങ്ങളൊക്കെ അതിൽ ചേരുകയും ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ സ്റ്റാർട്ടഡ് ഇൻ 1900. അങ്ങനെ 1900 അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ദെൻ ദി ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആർ ദി ഫോളോവിങ്. ഈ പ്രോജക്റ്റിലൂടെ മെയിനായിട്ട് ലക്ഷ്യം വെച്ചത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ടു ഐഡൻറ്റിഫൈ അബൌട്ട് 20,000 to 25,000 genes present in the human chromosomes. ഹ്യൂമൻ DNA-യിലെ 20,000 മുതൽ 25,000 വരെയുള്ള ജീനുകളെ കണ്ടെത്തുക. അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. സെക്കൻഡ് ഈസ് ടു know the sequential order of 3 billion base pairs. DNA-യിലെ 3 ബില്യൺ അല്ലെങ്കിൽ 3.3 × 10⁻⁹ ബേസ് പെയേഴ്സിന്റെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കുക. ഓരോന്നിലും ഉണ്ടാവുക എന്താണ്? നൈട്രജൻ ബേസുകൾ അടങ്ങിയ ന്യൂക്ലിയോടൈഡുകളാണ് ഉണ്ടാവുക. ആ ന്യൂക്ലിയോടൈഡുകളെ അവയുടെ സീക്വൻഷ്യൽ ഓർഡർ അനുസരിച്ച് 1 മുതൽ 3 ബില്യൺ വരെയുള്ളത് ക്രമമായിട്ട് കണ്ടുപിടിക്കുക. അതാണ് രണ്ടാമത്തെ ഗോൾ. തേർഡ് ഈസ് സ്റ്റോർ ദി ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസ്. ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ബുക്കുകളിൽ പ്രിന്റ് ചെയ്യാതെ എഴുതാതെ അത് കമ്പ്യൂട്ടറിന്റെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ആൻഡ് ഫോർത്ത് ഈസ് ഇംപ്രൂവ് ദി ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഇങ്ങനെ ലഭിക്കുന്ന ഡാറ്റ അനാലിസിസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ കണ്ടുപിടിക്കുക. അതാണ് നാലാമത്തത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് give the related information to other sectors or branches like industries. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കും അല്ലെങ്കിൽ സെക്ടറുകൾക്കും പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് ഇൻഡസ്ട്രീസ്. ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് address the ethical, legal and social issues. LC, ethical, legal and social issues arising due to this project. ഈ പ്രോജക്റ്റിന്റെ ഫലമായി അറൈസ് ചെയ്യുന്ന എത്തിക്കൽ, ലീഗൽ, സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുകയും ചെയ്യുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആളുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അപ്പൊ അത് ദുരുപയോഗം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതിൽ എതിർപ്പ് വരും, കോടതിയിൽ ചിലപ്പം കേസുകൾ വരും. ഇതൊക്കെ അഡ്രസ് ചെയ്യുന്നതും ഈ പ്രോജക്റ്റിന്റെ ഭാഗം തന്നെയായി. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഗോൾസ് ഓഫ് HGP. ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് 20,000 to 25,000 genes present in the human DNA. Second is to know the sequential order of the 3 billion base pairs present in the DNA. Then store this information in database. And fourth, new tools for analyzing this data should be constructed and give this information to other sectors and address the problems related with this project. Thus, associated with this project, we are using the computers, using the and constructing the software, and so
This is closely associated with a new fast developing branch of biology known as bioinformatics. ബയോളജിയിലെ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഞ്ചാണ് ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു ബ്രാഞ്ച്. അതിനാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുക. അത് കൂടെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തു വരും. അതുകൊണ്ട് ഈ പ്രോജക്റ്റും ഈ ബ്രാഞ്ചും തമ്മിൽ നല്ല ബന്ധമുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഗോൾസ്. So after completing this project, we can apply the information to detect the genetic disorders, to treat the genetic disorders, and even to prevent the genetic disorders. ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജനറ്റിക് ഡിസീസുകളെ കണ്ടെത്താൻ പറ്റും, ചികിത്സിക്കാൻ പറ്റും, അതുപോലെ അവയെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു മെച്ചം. സെക്കൻഡ്ലി, ഇഫ് യു ആർ ടേക്കിംഗ് ദി sequencing of the genome of other animals, other plants, we can apply this in other field like agriculture, like industries, like environmental pollution, etc. ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വിധത്തിൽ വിനിയോഗിക്കാനും നമുക്ക് കഴിയും. Then next is the methodology. Two methodologies are adopted in HGP, Human Genome Project. The two methodologies are one known as expressed sequence tag or tags, expressed sequence tags. In this methodology, 50% of the scientists are working to find out the genes present in the human DNA and to know the sequential order of the base pairs present in that gene. ഒരു വിഭാഗം സയന്റിസ്റ്റുകൾ എന്താ ചെയ്യേണ്ടത്? ഹ്യൂമൻ DNA-യിലെ ടോട്ടൽ ജീനുകളെ കണ്ടെത്തുക. എന്നിട്ട് ആ ജീനുകളുടെ നൈട്രജൻ ബേസുകളോട് അല്ലെങ്കിൽ ബേസ് പെയേഴ്സിന്റെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടെത്തുക. അതിനാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് എന്ന് പറയുക. mRNA സിന്തസിസ് നടത്തി അതിൽ നിന്ന് പ്രോട്ടീൻസുകൾ ഉണ്ടാവുന്ന ജീനുകൾ, അവർക്കാണല്ലോ നമ്മൾ മുമ്പ് സിസ്ട്രോൺ എന്നുള്ള പേരിട്ടത്. അത്തരം ജീനുകളെ മാത്രം സെലക്ട് ചെയ്ത് അവയുടെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കുക. ഇതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. ദി സെക്കൻഡ് മെത്തഡോളജി ഈസ് സീക്വൻസ് അനോട്ടേഷൻ. In this second methodology, the sequential order of all base pairs from one end to last end is detected without considering whether they are functional part or non-functional part, or they are coding strand or non-coding strands. രണ്ടാമത്തെ മെത്തഡോളജി എന്താണ്? ഹ്യൂമൻ ജീനോമിൻ്റെ ടോട്ടൽ DNA-യുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ ബേസുകളുടെയും സീക്വൻഷ്യൽ ഓർഡർ കണ്ടെത്തുക. അവിടെ അത് ജീനാണോ ജീനല്ലാത്ത പാർട്ടാണോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇതിനാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുക. അപ്പം ഈ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് മുന്നോട്ട് പോയത്. ഒന്ന് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്, ഇതിൽ ജീനുകളുടെ മാത്രം സീക്വൻഷ്യൽ ഓർഡർ കണ്ടെത്തുക.
നൈട്രജൻ ബേസുകളുടെ. രണ്ടാമത്തത് സീക്വൻസ് അനോട്ടേഷൻ. ഇതിൽ ടോട്ടൽ DNA-യുടെ ബേസ് പെയറിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കുക. Then for this, firstly, DNA is isolated. അതിനൊരു സെല്ലിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്തു. ഇതിനാണ് ഐസൊലേഷൻ ഓഫ് DNA എന്ന് പറയുക. Then secondly, it is digested to get pieces. അതിനെ പീസുകളാക്കി മാറ്റുക, ചെറിയ പീസുകളാക്കി മാറ്റുക. അതിനാണ് ഫ്രാഗ്മെന്റേഷൻ ഓർ ഡൈജഷൻ ഇൻറ്റു പീസസ് എന്ന് പറയുക. ഒരുപാട് പീസുകളാക്കി മാറ്റി. ടോട്ടൽ ലെങ്ത് 2.2 മീറ്റർ ഉള്ളതാണ്. അങ്ങനെയുള്ള വലിയ ഒരു പോളിമറിനെ നമുക്ക് ഒരുമിച്ച് ഒരു എക്സ്പെരിമെൻ്റ് നടത്താനോ സീക്വൻസ് കണ്ടുപിടിക്കാനോ പറ്റൂല. അതുകൊണ്ട് അവയെ ഒരുപാട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി. ദെൻ തേർഡില് ക്ലോണിങ്. എന്നിട്ട് ആ പീസുകളുടെ എക്സാക്ട് കോപ്പീസ് എടുത്തു. ഇതിനാണ് ക്ലോണിങ് എന്ന് പറയുക. ഓരോ പീസിൻ്റെയും ഒരുപാട് കോപ്പീസ്. കാരണം ഒരേ സമയത്ത് കുറേ സയൻറ്റിസ്റ്റുകൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് കോപ്പീസ് എടുത്തു. അതിനാണ് ക്ലോണിങ് എന്ന് പറയുക. ടേക്കിംഗ് ദി ഫോട്ടോകോപ്പീസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ്. And this is done by using the host bacteria and yeast. ഇങ്ങനെ അവയുടെ ഫോട്ടോകോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച രണ്ട് ഹോസ്റ്റുകളാണ്, ഒന്ന് ബാക്ടീരിയ, രണ്ടാമത്തത് ഈസ്റ്റ്. For taking that photocopies we have to use the vectors. അതിന് നമ്മൾ വെക്ടേഴ്സ് ഉപയോഗിക്കണം. Vectors are the agents for introducing the DNA fragments into the host DNA. ഹോസ്റ്റിൻ്റെ DNA-യിലേക്ക് പുറത്തു നിന്നുള്ള DNA ഫ്രാഗ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജന്റുകൾക്കാണ് വെക്ടേഴ്സ് എന്ന് പറയുക. നേരത്തെ നമ്മൾ എവിടെയോ ഒന്ന് വന്നിട്ടുണ്ട് വെക്ടേഴ്സ് എന്താന്നുള്ളത്, ഓർമ്മയിലുണ്ടോ? ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ DNA അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി ഒരു ഹോസ്റ്റിൻ്റെ DNA-യിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏജന്റുകൾക്കാണ് വെക്ടേഴ്സ് എന്ന് പറയുക. പ്ലാസ്മിഡുകളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. ഇവിടെ ദി വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ Human Genome Project are BAC and YAC. For introducing the fragments into bacteria, the vectors used are bacterial artificial chromosomes. BAC. What is the full form of BAC? Bacterial artificial chromosome. So what is the full form of YAC? These are the vectors used in yeast. So what is the full form? Yes, yeast artificial chromosomes. Thus by using BAC and YAC, these fragments are introduced in bacteria and yeast respectively, and their photocopies are taken. Then from these photocopies or from the fragments, the sequence is taken by using a machine known as automated DNA sequencers. ഇനി നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അതിൻ്റെ നൈട്രജൻ ബേസുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. അതിനു വേണ്ടിയിട്ട് പ്രത്യേക മെഷീനാണ് ഉപയോഗിക്കുക. ആ മെഷീനാണ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ എന്ന് പറയുക. These automated DNA sequencers are working under a principle developed by Sanger. Sanger എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഷീൻ വർക്ക് ചെയ്യുക. അപ്പൊ ഈ മെഷീന്റെ അകത്തേക്ക് ഒരു DNA ഫ്രാഗ്മെന്റ് കൊടുത്താൽ അതിൻ്റെ സീക്വൻഷ്യൽ ഓർഡർ അതിൻ്റെ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും.
ഇതാണ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസേഴ്സ്. Sanger is also developed the principle for sequencing the amino acids present in the protein. പ്രോട്ടീനുകളിലെ അമിനോ ആസിഡുകളുടെ സീക്വൻഷ്യൽ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിളും ഡെവലപ്പ് ചെയ്തത് സെയിഞ്ചർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പീസുകളുടെയും സീക്വൻഷ്യൽ ഓർഡർ കിട്ടും. ഇങ്ങനെയുള്ള ഒരുപാട് പീസുകൾ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ പീസുകളുടെ ഓർഡർ കണ്ടുപിടിക്കണം. Thus lastly the order of the pieces are determined based on the end of each piece and that end is called stick ends. ഓരോ പീസിൻ്റെയും എൻഡിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ പീസ്, രണ്ടാമത്തെ പീസ്, മൂന്നാമത്തെ പീസ് എന്നിങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ലാസ്റ്റ് മെത്തേഡ്. സോ ദിസ് ഈസ് അബൌട്ട് ദി മെത്തഡോളജി ഓർ മെത്തേഡ് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പം 2 മെത്തഡോളജിയാണ് അഡോപ്റ്റ് ചെയ്തത്. രണ്ടിലും ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് അത് കണ്ടുപിടിച്ചത്. The sequential order of first chromosome is obtained in May 2006. പ്രോജക്റ്റ് 2003 അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അവസാനിച്ചത് 2006 മെയ് മന്തിലാണ്. അവസാനം കണ്ടുപിടിച്ച സീക്വൻഷ്യൽ ഓർഡർ ഏത് ക്രോമസോമിൻ്റെതാ? ഫസ്റ്റ് ക്രോമസോമിൻ്റെ. അതാണ് ഏറ്റവും വലിയ ക്രോമസോം. സോ ദിസ് ഈസ് ദി മെത്തേഡ് ആൻഡ് മെത്തഡോളജി. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് we got the following informations and that informations are the salient features of human genome. അങ്ങനെ ഈ പ്രോജക്റ്റിലൂടെ നമുക്ക് നമ്മുടെ ക്രോമസോമുകളുടെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. അവയാണ് സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യണത്. അതിൽ 1 ഹ്യൂമൻ ജീനോം പൊസസ് 3164.7 മില്യൺ ബേസ് പെയേഴ്സ്. നമ്മൾ 3 ബില്യൺ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിലേറെ കൂടുതലുണ്ട്. 3164.7 മില്യൺ ബേസ് പെയറുകൾ ഇതുപോലെ സീക്വൻഷ്യൽ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ദെൻ സെക്കൻഡ് ഈസ് ആവറേജ് ജീൻ കണ്ടെയ്ൻ 3000 ബേസ് പെയേഴ്സ്. ഒരുപാട് ജീനുകളുണ്ട്. ആ ജീനുകളിൽ ആവറേജ് 3000 ബേസ് പെയറാണുള്ളത്. ബട്ട് ഇറ്റ് ഈസ് വേരിയിങ് ഇൻ ലാർജ് അമൗണ്ട്സ്. പക്ഷേ നല്ല വേരിയേഷൻ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ദി ലാർജസ്റ്റ് ജീൻ ഇൻ അവർ ബോഡി ഈസ് ഡിസ്ട്രോഫിൻ. ദാറ്റ് ഡിസ്ട്രോഫിൻ പൊസസ് 2.4 മില്യൺ ബേസ് പെയേഴ്സ്. അപ്പോൾ ആവറേജ് 3000 ആണ്. പക്ഷേ ഏറ്റവും വലിയ ജീനിൽ 2.4 മില്യൺ ബേസ് പെയേഴ്സ് ഉണ്ട്. Then third, total number of gene is 30,000. 30,000 ജീനുകളാണ് ഉള്ളത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നത് 80,000 മുതൽ 1,40,000 വരെ ജീനുകൾ ഉണ്ടാവുമെന്നായിരുന്നു. അതിലൊരു 25,000 ജീനുകളെ കണ്ടെത്തണമെന്നായിരുന്നു പ്രോജക്റ്റ് ലക്ഷ്യമാക്കിയത്. പക്ഷേ നമ്മൾ 30,000 ജീനുകളെ കണ്ടെത്തി. ദെൻ നെക്സ്റ്റ്, എമംഗ് ദീസ് ഡിസ്കവേർഡ് ജീൻസ് മോർ ദാൻ 50% ഫങ്ഷൻസ് ആർ അൺനോൺ. നമ്മൾ കണ്ടെത്തിയ ജീനുകളിൽ 50% കൂടുതൽ ജീനുകളുടെ ഫങ്ഷൻസും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ ഇനി കണ്ടെത്താനുള്ളതാണ്. Then next, less than 2% of the
DNA form the genes. നമ്മുടെ ടോട്ടൽ DNA-യിൽ 2% കുറവുള്ള പാർട്ടാണ് ജീനുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. Then next, most of the part of DNA are repeated in 100 to 1000 times. DNA-യിലെ മേജർ പാർട്ടും ഒരേപോലുള്ള DNA-കൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്ന പാർട്ടാണ്. ഒരേപോലുള്ള പാർട്ട് 100 മുതൽ 1000 തവണ റിപ്പീറ്റ് ചെയ്തു വരും. They are called repetitive DNA. അവർക്ക് repetitive DNA എന്ന് പറയും. And they are not coding for mRNA or protein. ഈ പാർട്ടുകളൊന്നും ഫങ്ഷണലും അല്ല. അപ്പം നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരുപാട് പാർട്ടുകളുണ്ട്. അവർക്ക് റിപ്പീറ്റീവ് DNA എന്ന് പറയും. അവർക്ക് റിപ്പീറ്റീവ് DNA എന്ന് പറയാനുള്ള കാരണം അവ 100 മുതൽ 1000 പ്രാവശ്യം വെറുതെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരും. അതാണ് നമ്മുടെ DNA-യുടെ മേജർ പാർട്ട്. പക്ഷേ ആ പാർട്ടുകൾ DNA-യിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്താൽ പിന്നെ ബാക്കി ഫങ്ഷണൽ പാർട്ടിൻ്റെയും ഫങ്ഷൻ നഷ്ടപ്പെടും. അവ ഉണ്ടെങ്കിലേ ബാക്കിയുള്ള ജീനുകൾ എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ. ദെൻ ദി ക്രോമസോം 1 possess 2968 ജീൻസ്. ഒന്നാമത്തെ ക്രോമസോമിൽ 2968 ജീനുകളുണ്ട്. ദിസ് ഈസ് ദി ലാർജസ്റ്റ് ക്രോമസോം വിത്ത് ഹയസ്റ്റ് ജീൻസ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ജീനുകളുള്ളത്. ആൻഡ് ദി വൈ ക്രോമസോം possess only 231 ജീൻസ്. വൈ ക്രോമസോമിൽ 231 ജീനുകളേ ഉള്ളൂ. ഇതാണ് ഏറ്റവും ചെറിയ ക്രോമസോം. ഏറ്റവും കുറവ് ജീനുകളുള്ളതും വൈ ക്രോമസോമിലാണ്. ആൻഡ് ലാസ്റ്റ്, there are some area in the DNA which is repeated many times and they differ only in one base pair. ഒരു ബേസ് പെയറിൽ മാത്രം വ്യത്യാസമുള്ള 1.4 മില്യൺ ഏരിയ DNA-യിൽ കാണും. ഒരു നൈട്രജൻ ബേസിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള 14 ലക്ഷം പാർട്ടുകൾ നമ്മുടെ DNA-യിലുണ്ട്. ദേ ആർ കോൾഡ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. അവർക്ക് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയും, അല്ലെങ്കിൽ SNPS, ആൻഡ് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് സ്നിപ്സ്. സ്നിപ്സ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന SNPS അല്ലെങ്കിൽ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയുന്ന 1.4 മില്യൺ പാർട്ടുകൾ നമുക്ക് DNA-യിൽ കാണാൻ പറ്റും. ഇതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അപ്പം നമ്മുടെ DNA-യിൽ 2% താഴെയുള്ള പാർട്ടാണ് ഫങ്ഷണൽ. മേജർ പാർട്ടും എന്താ? ഒന്ന് വെറുതെ റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്ന പാർട്ടുകളാണ്, റിപ്പീറ്റീവ് DNA-കളാണ്. രണ്ടാമതായിട്ട് മേജറായിട്ടുള്ളത് എന്താ? 1.4 മില്യൺ ഓഫ് പീസസ് വിച്ച് ഡിഫർ ഓൺലി ഇൻ വൺ നൈട്രജൻ ബേസ്. ഒരു നൈട്രജൻ ബേസിൽ മാത്രം വ്യത്യാസമുള്ള 14 ലക്ഷം പാർട്ടുകൾ. അവർക്കാണ് SNPS അല്ലെങ്കിൽ സ്നിപ്സ് എന്ന് പറയുക. ഇതൊക്കെയാണ് ഈ പ്രോജക്റ്റിന് ശേഷം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനി ഈ പ്രോജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ കണ്ടെത്താൻ ഒരുപാട് ഇനിയുമുണ്ട്. അതിന് പ്രൈവറ്റ് സെക്ടറിലെയും പബ്ലിക് സെക്ടറിലെയും സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് വേണം കണ്ടെത്താൻ. ഇത്രയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നിങ്ങൾ ഈ വരുന്ന പരീക്ഷയ്ക്ക് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് ഒന്ന് ആ പേരാണ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അതിൻ്റെ അബ്രിവേഷനാണ് HGP, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പോൾ ചിലപ്പം HGPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാം.
രണ്ടാമതായി ഇതിൽ 2 അബ്രിവേഷൻസ് നമ്മൾ വീണ്ടും പഠിക്കേണ്ടത്. ബാക്ക്, യാക്ക്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? വെക്ടേഴ്സ് ആയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ ജീനുകളുടെ ഫ്രാഗ്മെന്റ്സുകളെ അല്ലെങ്കിൽ DNA ഫ്രാഗ്മെന്റ്സുകളെ ഫോട്ടോ കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.